ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ട്രാവലിംഗ് വ്ലോഗ് ആട്ടോ. ശനി ഞായറും എനിക്ക് ലീവ് തന്നു. എനിക്ക് ഓൾറെഡി ലീവാണ്, പക്ഷേ ഉച്ച തൊട്ടാണ് ലീവ്. അപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങി, ഒരു ഫുൾ ലീവ് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ റിൻസിയും കൂടെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. റിൻസി കോബ്ലൻസ്, ഞങ്ങൾ രണ്ടുപേരും കോബ്ലൻസിൽ വെച്ച് മീറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ റിൻസിയും ഞാനും കൂടെ ഒരുമിച്ചാട്ടോ ലേനയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഞാനിതാ റെഡി ആയിരിക്കുന്നു. സൗണ്ടൊക്കെ പോയി തണുപ്പായതുകൊണ്ട് ഞാൻ പയ്യെ പറയും, മേലുള്ള ആൾക്കാർ. അതുകൊണ്ട് ഓക്കെ, ഇന്ന് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ. ഞാൻ എന്താ കഴിക്കുന്നതെന്ന് അറിയൂ? ഓട്സ്. എനിക്ക് ബസ് ലൈറ്റ് കത്തുന്നു. ഓക്കെ, എനിക്ക് ബസ് 8:39 അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 8:30 ആകുമ്പോഴത്തേനും ഇറങ്ങും. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ 2-3 ടോസ്റ്റ് ബ്രോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ട്രെയിനിൽ നിന്ന് കഴിക്കാമല്ലോ. ഞങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലാണ് ആഗ്രഹിക്കുന്നത്. റിൻസി കോബ്ലൻസിൽ നിന്ന് കയറും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോബ്ലൻസിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട്. അപ്പോൾ അവളുടെ അവിടെ നിന്നും കോബ്ലൻസിലേക്ക് 1 മണിക്കൂർ അത്രയും കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ച് മീറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഹൈസൻബർഗ് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പം ഞാനിതാ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജാക്കറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് പോവാം. ഇപ്പം തന്നെ 8:10 നമുക്ക് 8:39 ബസ് വരുന്നത്. ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജാക്കറ്റ് ഇട്ടിട്ട് പോകാം. അപ്പോൾ എല്ലാം സെറ്റായി, ഇനി നമുക്ക് പോകാം. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ചെറുതായിട്ട് കാണിക്കട്ടെ. പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ അത്യാവശ്യം നല്ല കുറേ ഡ്രസ്സ്, അതായത് തണുപ്പാന്ന് വിചാരിച്ച് കുറേ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ തണുപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ ഡ്രസ്സ് കട്ടിയില്ലാത്ത ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പ്. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ തണുപ്പുണ്ടാവില്ല. പക്ഷെ എന്നാലും നാളെ തിരിച്ചു വരണ്ടല്ലേ. അപ്പോൾ മേ ബി നാളെ തണുപ്പുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോകാം, ബാ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തണുപ്പില്ല. പക്ഷെ എന്നാൽ ഈ ജാക്കറ്റ് ഊരി എനിക്ക് നല്ലോണം ചിലപ്പോൾ തണുപ്പ് തോന്നും കേട്ടോ, അറിയത്തില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ്. ബസ് 8:39 വരും. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഊരിക്കളയും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചൂടെടുക്കും. പക്ഷേ എന്നാലും സേഫ്റ്റി മുഖ്യം. ഓക്കെ, അതെ, പ്ലാൻ മാറ്റി. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി. ട്രെയിൻ 9:03 വരും, 9:07 വരും. ഇപ്പോൾ 9:03. നമ്മൾ പോകുന്നത് കോബ്ലൻസിലേക്ക്.
ഇപ്പം ഇതാ 10:30 റിൻസി കോബ്ലിൻസിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരു 10:56 ആകുമ്പോഴത്തേനും കോബ്ലിൻസിലെത്തും. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് കോബ്ലിൻസൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും അടുത്ത ട്രെയിൻ കയറി ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഇവിടുന്ന് കോബ്ലിൻസിൽ നിന്ന് ഒരു 4 മണിക്കൂറുണ്ട്. അവിടെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. വീടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പാർട്ട്മെൻറ്റിനെ ആട്ടോ. ഞാൻ വീട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഞാൻ കോബ്ലിൻസിലെത്തിയിട്ട് അടുത്ത പാട്ടെടുക്കാം. അങ്ങനെ ഞാനിതാ കോബ്ലിൻസിലെത്തി. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ റിൻസിനെ കണ്ടുപിടിക്കും. റിൻസി ഇനിയിപ്പോൾ എവിടെയാന്ന് കണ്ടുപിടിക്കും. നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കഥാനായികനെ കണ്ടെത്തിയിരിക്കുന്നത്. തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പ്. ഞങ്ങളിനി എന്താണ് നമ്മുടെ പരിപാടി? നമ്മൾ കോംപ്ലക്സ് ഇറങ്ങാം. കണ്ടതിൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ബേക്കറിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശക്കുന്നുണ്ടോ? ഞാൻ പക്ഷെ ആപ്പിൾ വെച്ചു. എൻ്റെ കയ്യിൽ ഒരു ലോഡ് ആപ്പിൾ ഉണ്ട്. ഞാൻ ലെനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അവിടെ എന്താ എന്തെങ്കിലും മേടിക്കണമെന്ന് ബേക്കറിയിലേക്ക് പോകട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ ആപ്പിൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്നാ പറഞ്ഞത്. എന്തെങ്കിലും വാങ്ങാം. ഇവളുടെ അടുത്ത് ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് വലിയ ജാക്കറ്റ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ഊളം എടുത്തില്ല. എന്നിട്ടിപ്പോ തണുപ്പാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ജാക്കറ്റ് ഇട്ടിട്ട് നടക്കണം. മാക്കിൽ കയറി, മാക്ഡൊണാൾഡ്സിൽ കയറി. ഞാൻ ഒരു ബർഗർ വാങ്ങി. ഇവിടെ ഒരു കോഫിയും പിന്നെ ബർഗർ തന്നെയല്ലേ വാങ്ങിയിട്ടുണ്ട്. എടി കടയാണോ അറിയില്ല. ഓക്കെ, ഇപ്പൊ വെയിലായിട്ടോ. ഞങ്ങൾ ബർഗർ കഴിക്കണം. അതെ അതെ. ഇവിടെ ഏതോ സ്ഥലം അറിയാം, നല്ല സ്ഥലമാന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാടി പറയൂ. കോബ്ലിൻസോ? ഇതല്ലേ കോബ്ലിൻസ്? ഇവിടുന്ന് എങ്ങോട്ടാ ഇനി? ബസ് നോക്കണം, എന്നിട്ട് പോണം. സ്ഥലത്തിന്റെ എന്തൊരു ചാടിയാ നോക്ക് ഒന്ന് പറയാൻ. ഇനി പോകാൻ പോകുന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ടോ? മേളിൽ വാലൻഡർ. ഓതാ ജർമ്മൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നമ്മുടെ ബസ് വരുന്നുണ്ട്. വരുന്നതാണ് നമ്മുടെ ബസ്. നമ്മൾ അതിനകത്തേക്ക് ഐൻസ്റ്റൈൻ ചെയ്യാൻ പോകുകയാണ്. വെയില, ഭയങ്കര വെയില. എന്നിട്ട് ജാക്കറ്റ് ഇട്ടിരിക്കും അവള്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ അല്ലല്ലോ. എന്റെ സ്ഥലം എന്റെ കൂടെ അല്ലേ. അതെ അതെ. നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇവൾക്ക് അറിയൂല, എനിക്കറിയത്തില്ല ഇത് ഏതാ സ്ഥലം. ഇവള് ഈ കോബ്ലിൻസിന്റെ അടുത്താണ്. ഇവിടുന്ന് കോബ്ലിൻസിന്ന് ഒരു അരമണിക്കൂറും കണ്ടേ ഉള്ളൂ ഇവളുടെ പ്ലേസിലേക്കല്ലേ? എന്റെ പ്ലേസിന്റെ സ്ഥലം ബഹറ. എന്താ? അല്ല, എന്റെ പ്ലേസിന്റെ പേര് ബഹറ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നോക്കണം. എങ്ങോട്ടാ പോന്നെ? നമ്മളെന്തെങ്കിലും മേടിക്കാൻ വേണ്ടി, ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അതല്ല, നീ പറഞ്ഞില്ലേ ഏതോ ഒരു പുഴയും എവിടെയോ എന്തൊക്കെയോ പറഞ്ഞില്ല. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നമ്മള് ആദ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമുക്ക് അങ്ങ് പോകാൻ നിർത്തും. ഇവിടെയൊക്കെ നടന്നൊന്ന് കണ്ടിട്ട്. ഇവിടെ ആദ്യമായിട്ടാണ് തന്നെ. സോ എന്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മള് കാണിച്ചു കൊടുക്കുന്നല്ലോ നമ്മുടെ സ്ഥലമൊക്കെ. അപ്പൊ നമുക്ക് നടന്നെല്ലാം കണ്ടിട്ട് നമുക്ക് സ്ഥലം കാണാം. ഓക്കെ, ഇതൊരു വലിയ മാളാണ്. ഞാൻ ഇവളെയും കൊണ്ട് ഇതിനകത്ത് കയറാൻ പോകണം. നമുക്ക് നോക്കാം.
ഇവിടെ ഉണ്ടോ ജാക്കറ്റുകളും? തോന്നുന്നുണ്ടോ വിൻസിക്ക് ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ, യൂട്യൂബ് ചാനൽ? ഇല്ല, തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭാവി ഉണ്ട്. ജാക്കറ്റൊക്കെ കിടക്കുന്നുണ്ട്. എന്താ കുറേ ക്രിസ്മസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ വന്നിട്ടുണ്ട്, നല്ല നല്ല സാധനങ്ങൾ. നോക്കി, ക്രിസ്മസ് പാപ്പനെ നോക്കി. പക്ഷേ ഇപ്പോൾ ഇതിന് വിലക്കുറവായിരിക്കും. ക്രിസ്മസ് ആകുന്ന ടൈമിൽ നല്ല പൈസയാവും. ഇപ്പോൾ ഈ ടൈമിലിപ്പോൾ വിലക്കുറവാണ്. ഈ ഒരു ഏരിയ മൊത്തം ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗി. ഞങ്ങൾ ഇനി ടെഡിയിലേക്കാട്ടോ പോകുന്നത്. ടെഡി ഇവിടുത്തെ ചീപ്പസ്റ്റ് ഷോപ്പാന്ന് പറയാം. കാരണം അവിടെ എല്ലാം 1 രൂപയ്ക്ക് തന്നെ സാധനങ്ങൾ കിട്ടും. നല്ല 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 ചെറിയ ഭംഗിയുള്ള ക്യൂട്ട് സാധനങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ടെഡിയിലേക്ക് കയറാണ്. ഇത് ടെഡി നമ്മുടെ ജർമ്മനിയിലുള്ളൊരു ചീപ്പസ്റ്റ് കടയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടണമെന്ന് നോക്കാം. ഇത് ഇവിടെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇവിടെ അടിച്ച് പറയിപ്പിക്കുന്ന പോലെ ഉണ്ട്. ഇത് മറ്റേ മാഷ്മെല്ലോ. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് പോപ്കോൺ അല്ല, പോപ്കോൺ എനിക്ക് ഗുമ്മി വേഷം ഭയങ്കര. ഇതെന്താ സാധനം? ഇത് മറ്റേ മാഷ്മെല്ലോ. ഓക്കെ, മാഷ്മെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അതിന്റെ ടേസ്റ്റേ ഇഷ്ടമല്ല. ഐ ലവ് മാഷ്മെല്ലോ. മറക്കി ചേട്ടൻ. ഓക്കെ ഗൈസ്, നോക്ക്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്നുമില്ല, വയലിട്ട് അലുത്തോണ സാധനമാണ്, പക്ഷെ നല്ല രസമാണ് കഴിക്കാൻ. ഓക്കെ, അടുത്ത് നോക്കാം. എനിക്ക് ഇതേപോലെ ഹൗസ് ബിൽഡിങ് തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, പൈസ സേവ് ചെയ്യാൻ വേണ്ടി. ഇതല്ല, എനിക്ക് വേറൊരു കളറ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് ഈ കണ്ണാടി ഞാനിത് നശിപ്പിക്കുന്ന തോന്നുന്നു. അവിടെ ഇരുന്നോട്ടെ. അതിലൊരു ചെവി മര്യാദയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. അതാരോ അടിച്ച് തകർത്തിട്ട് പോയത്. ഇത് കൊള്ളാം, ക്യൂട്ട്. നമുക്ക് ഇങ്ങനത്തെ കട കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനം മേടിക്കാൻ തോന്നും ഗൈസ്. പക്ഷെ നമ്മളെല്ലാം വാരിക്കൂട്ടി എടുത്തിട്ട് അവസാനം പൈസ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പല സാധനങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് കൊണ്ടുവരും. അയ്യോ, എന്റെ ബാഗ് ഈ ബാഗ് ഉപേക്ഷിച്ചിട്ട് വന്നു. ഓക്കെ, ഇവിടെ ടെഡി കയറിയാലേ നമുക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. നല്ല അടിപൊളി, എല്ലാം നല്ല ക്യൂട്ടായിട്ട് സാധനങ്ങൾ. നോക്കി, ഇവിടെ വന്നാൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങൾ കിട്ടും. കുറേ ബുക്കും കളർ പെന്നും കുറേ ഉണ്ട്. നോക്കി, ഇത് മറ്റേ ബുക്കുകൾ. അതപ്പം ഞങ്ങൾ ഡി എം ഇ കയറിയാൽ മെയിൻ ആദ്യം നോക്കുന്നത് ലിപ്സ്റ്റിക്. എവിടുന്ന ഞാൻ ഷെയ്ഡ് കൊള്ളാം. ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇവള് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പാണ് എൻ്റെ സ്റ്റോറേജ് തീർന്നു. അതുകൊണ്ട് എനിക്കാണെങ്കിൽ എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടാണ് ബാക്കിയുള്ള ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുമാതിരി നോക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്ലാൻ മാറ്റിയെന്ന്. ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്ലാൻ മാറ്റിയെന്ന്. ആ ടൈമിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയില്ല. അപ്പത്തേനും എൻ്റെ ബസ് വന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ പ്ലാൻ മാറ്റി. ഇപ്പോൾ പോകുന്നത് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കോബ്ലൻസിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ സമയം എത്ര മണിയായി? 2:30 കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ട്രെയിൻ കയറി ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ എൻ്റെയും ഇവളുടെയും ഒരു ഫ്രണ്ട് ഉണ്ട്. പേരെന്തായിരുന്നു? ഏഞ്ചൽ എന്നാണ് അവളുടെ പേര്. അപ്പം അങ്ങോട്ടാണ് ഇന്ന് അവിടെ കിടക്കും.
നാളെ അവിടെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് നൈറ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നൈറ്റ് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് രാവിലെ മേ ബി ക്യോളിനൊന്ന് കറങ്ങുമായിരിക്കും, അറിയത്തില്ല. നാളെ എന്തായാലും തിരിച്ചു വരും. അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഇനിയിപ്പോൾ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പകുതിയിൽ നിർത്തുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒരു അന്തരീക്ഷം കുറച്ച് ഡാർക്കായിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും. അതെ, എനിക്കറിയത്തില്ല. ഇവിടെ പറയുമ്പോ എല്ലാത്തിലും അതേ എന്നാ കയറി വരുന്നത്. അതെ. അപ്പൊ ഈ കുളവി കുറെ നേരമായി ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ക്യാമറയിൽ വരുന്നില്ല. കണ്ടോ, എന്നെ കാണിക്കുന്നു പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോകുന്ന കാണാം. അതെ, ഉണക്കമുന്തിരി. ഇത് ഉണക്കമുന്തിരി അല്ല, ആണോ? നീ ഇത് ഉണക്കമുന്തിരിയുടെ വേറെ റൈറ്റ് ആണ് ഗൈസ്. പേരറിയത്തില്ല, അതുകൊണ്ട് ഐറ്റം എന്ന് പേരിട്ടിരുന്നു. പേര് ക്രാൻബെറീസ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ശരിക്കും മടുത്തു. ഞങ്ങളിപ്പോ വഴി തെറ്റി, അപ്പത്തേനും ബസ് മാറി കയറി. അങ്ങനെ ഇതിപ്പോ ആൾഡി കയറിയിട്ട് എന്തെങ്കിലും ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ട്രെയിൻ 4:30 കേട്ടോ. അപ്പോൾ ഇപ്പൊ 4 മണിയായി. ആൾഡി കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ട്രെയിൻ കയറി ഹാമിലേക്ക്. ഹാമല്ലേ സ്ഥലത്ത് പേര്? ആൾഡി കയറിയിട്ടോ ഞങ്ങൾ സ്ഥലത്തു. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ബ്രോട്ട് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏതെടുക്കുന്ന ഒരു ഐഡിയ ഇല്ല, നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇതാ കോബ്ലൻസ് ഹൗട്ട്ബാനോഫിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം മടുത്തു. പ്ലാറ്റ്ഫോം 3-ലാണ് ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് നേരെ ക്യോളിലേക്കാട്ടോ. അവിടുന്ന് ക്യോളിന് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിൻ കയറണം. ഞങ്ങൾ റോൾ ട്രെപ്പെ അങ്ങനെ എങ്ങോട്ടാ പറയുന്നത്? ജർമ്മനിയില് റോൾ ട്രെപ്പെ എന്നല്ലേ പറയുന്നത്? ശരിക്കും മടുത്തു. എന്റെ കോലം കണ്ടോ? ഇവളിപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അഭിനയിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ട്രെയിനിലൊക്കെ കയറി. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതാ കണ്ടോളൂ, റിൻസിന്റെ സംഭാവന. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇവളാണ് ആപ്പ് എടുക്കാൻ പറഞ്ഞത്. അതെ, എനിക്കിനി അവിടം വരെ ക്യോളിന് എത്തുമ്പോഴത്തേനും എൻ്റെ സ്റ്റോറേജ് വീണ്ടും ഫുള്ളാവുന്ന തോന്നുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുന്ന തോന്നുന്നത്. എനിക്കറിയില്ല, ബാക്കി വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അറിയത്തില്ല. ക്യോളിനെത്തി. ഇനി എങ്ങോട്ടാ? ഒരുമാതിരി കിറുങ്ങിയ പോലെയാണ്. എന്താ ഇവൾക്ക് ക്യാമറ കാണുമ്പോ ക്യാമറ കാണുമ്പോ നാണാണ്. ക്യാമറ കാണുമ്പോ നാണാണ്. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്താ പറ്റിയാവോ? ഞങ്ങളിപ്പോ ഹാമിലേക്കുള്ള ട്രെയിൻ കയറി. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. നല്ല അടിപൊളി തിരക്കാണ്, പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. റിൻസി മടുത്ത് അവളിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും മടുത്തു, നല്ലോണം മടുത്തു.
ഞാൻ മേ ബി ഹാമിലെത്തുമ്പോൾ തന്നെ ഹാമിലെത്തി എന്ന് പറഞ്ഞ് എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുന്ന തോന്നുന്നത്. എനിക്ക് ബാക്കി എടുക്കാനുള്ള എനർജി ഇല്ല. എന്തായാലും ഹാമിലെത്തി അതിൻ്റെ ഹാം ബാനോഫിൻ്റെ ഒരു ഫോട്ടോയും കാണിച്ചത് ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വ്ലോഗ് തുടങ്ങി ഈ വ്ലോഗ് തുടങ്ങിയത്. പക്ഷേ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേനും സ്റ്റോറേജ് ഫുള്ളൊന്ന് അപ്പം ഞാൻ അടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ഇവിടെ ഭംഗിയുള്ളത് സ്ഥലങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. സോ സാരി. അപ്പോൾ ഹാമിലെത്തിയിട്ട് ഹാമിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ വീണ്ടും ഓണായിരിക്കുന്നു. എന്താ പറയാനുള്ളത്, ഞങ്ങളുടെ സ്ഥലം എത്താനായിരിക്കുന്നു. റിൻസി ഓണായിരിക്കുന്നു. സെറ്റല്ലല്ല സെറ്റ് ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല, ആരും കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനെ ഹാം ഇവിടെ മ്യൂൺസ്റ്ററിന് കാണിക്കുന്നത്, പക്ഷെ ഹാം ഹൗട്ട് ബാൻഹോഫിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നീണ്ട ഒരു 7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി അവളുടെ ഞെട്ടൽ. അല്ല ഇനി ട്രെയിൻ പറയാൻ വയ്യ കഴിച്ചു, ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറി. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്, ഇനി അടുത്ത ട്രെയിൻ കയറണം. ഏഞ്ചലിന്റെ അടുത്ത് ഞാൻ ലൊക്കേഷൻ അയച്ചു പറഞ്ഞിട്ടുണ്ട്, അവിടെ അയക്കും. ഇപ്പൊ സമയം എത്ര മണിയായെന്ന് അറിയാം. ഇവിടെ സമയം 8 മണി. എടി ബ്രെഡ് വാങ്ങിക്കല്ലേ? 8 മണി തന്നെയല്ലേ? അതിന് 8 മണിയല്ല കേട്ടോ, 8 മണി 8:05. ഞങ്ങളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ വരും, ഒരു 2 മിനിറ്റിനുള്ളിൽ ബസ് വരും. അപ്പോൾ അവിടെ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് അവള് കൂട്ടാൻ വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം എത്ര മണിയായി? 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവളെ കാണിക്കുന്നതോടെ എൻ്റെ വ്ലോഗ് അവസാനിക്കുന്നതായിരിക്കും. റിൻസിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? റിൻസി മടുത്ത്, റിൻസിക്ക് ഒന്നും പറയാനില്ല. എന്താ പറയാ, നല്ല രസമായിരുന്നു എൻ്റെ ട്രിപ്പ്. ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. പക്ഷെ ഇപ്പൊ ഭയങ്കര ടയർഡായി, കാരണം നമ്മൾ കുറെ ട്രാവൽ ചെയ്തു, ബസ് ട്രെയിനൊക്കെ കയറി. ഓക്കെ, ഞങ്ങളുടെ ബസ് വരുന്നുണ്ട്. അപ്പൊ ശരി, അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളിത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഏഞ്ചൽ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്, ഞാൻ കാണിച്ചു. ഞങ്ങള് വ്ലോഗ് എടുത്തിട്ടായിരുന്നു അല്ലേ. അപ്പോ ഇവിടെ നമ്മുടെ വ്ലോഗ് തിരികെയാണ്. ഇവരൊക്കെ കണ്ടു തിരിച്ചമ്മ അവരവിടെ പരിചയപ്പെടുത്താം. ഞാൻ അപ്പത്തിന് എൻ്റെ വ്ലോഗ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നെ കാണുന്നുണ്ടോ? അപ്പോൾ ബൈ.